കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അതുപോലെ തന്നെ കിഡ്നി ഡയാലിസ് ചെയ്യുക. ഇത്തരം കുറേ വാക്കുകൾ നമ്മുടെ നിത്യജീവിതത്തിൽ നാം പ്രത്യേകിച്ച് ഡോക്ടർമാർക്കും മെഡിക്കൽ മേഖലയിലുള്ളവർക്കും അറിയേണ്ടതായ ഒരു സബ്ജക്റ്റ് തന്നെയാണ്. അപ്പം നമ്മൾ കിഡ്നി മാറ്റിവെക്കൽ എന്നതിന് ഒരു പക്ഷേ നിങ്ങൾ അറബി ഭാഷ അറിയുന്നവർ പറഞ്ഞു തരിക തനക്കുൽ അല്ലൽ കില എന്നാവും. അങ്ങനെ അല്ല അത് ഉപയോഗിക്കുക. അതിനുപയോഗിക്കേണ്ട വാക്ക് എന്താണ്? സിറാഅത്തുൽ കില എന്നാണ്. മനസ്സിലായോ? സിറാ എന്ന കൃഷി ചെയ്യുക എന്നാണ് അറബി ഭാഷയിലുള്ള വാക്കിൻ്റെ അർത്ഥം. അതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ പലപ്പോഴും നമ്മൾ പദാനുപാത ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമുക്കൊരു തനക്കുൽ എന്നോ അല്ലെങ്കിൽ തഗയ്യുർ എന്നോ എന്നൊക്കെ ചിന്തിച്ചേക്കാം. അങ്ങനെ അല്ല അത് പറയേണ്ടത്. സിറാഅത്തുൽ കില, അതാണ് ഇന്നത്തെ സബ്ജക്റ്റ്. സിറാ അൽ കില ഒരു ഇസ്തിലാഹത്തുണ്ട് അറബി ഭാഷയ്ക്ക്. അതിനെങ്ങനെയാണ് അറബികൾ പറയുക, അതാണല്ലോ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട 6 or 7 വളരെ പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് പഠിക്കാം. ഡോക്ടർമാർക്കും അതുപോലെ മെഡിക്കൽ മേഖലയിലുള്ളവർക്കും അനിവാര്യമാണതൊക്കെ. ഒന്ന് സിറാഅത്തുൽ കില. സിറാഅത്തുൽ കില എന്ന് പറഞ്ഞാൽ കിഡ്നി മാറ്റിവെക്കുക എന്ന് പറയാം. അങ്ങനെ ഇപ്പോൾ ഞാൻ മലയാളം കറക്റ്റ് പറയാണ്, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി. സിറാഅത്തുൽ കില, അമലിയത്ത് സിറാഅത്തുൽ കില, അമലിയ സിറാഅത്തുൽ കില എന്നാൽ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയാം. അമലിയ ഓപ്പറേഷനാണ്, അവിടെ ഓപ്പറേഷനാണ്. അതുപോലെ ആ ചെയ്യുന്ന ശസ്ത്രക്രിയക്ക് മൊത്തം അമലിയ എന്നാണ്. അതിൻ്റെ പ്രോസസ്സിങ്ങിന് തന്നെ അമലിയ എന്നാണ് പറയാം. ഓക്കെ. മറ്റൊന്ന് ഇവിടെയുള്ളത് ഫഷിലുൽ അൽ കില എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. ഫഷിൽ അൽ കില എന്ന് പറഞ്ഞാൽ കിഡ്നി വീക്കാവുക, ഒരാളുടെ കിഡ്നി വീക്ക. അൽ കില അഹമ്മു ഉദു ഫി ഹയാത്തിൽ ഇൻസാൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും മനുഷ്യ ലൈഫിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഏത്? കിഡ്നി എന്ന് പറയുന്ന, മലയാളത്തിൽ വൃക്ക എന്ന് പറയുന്ന സാധനം. അതാണ് നമ്മളിപ്പോൾ കിഡ്നി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഫഷിൽ അൽ കില കിഡ്നി വീക്കാണ്. ഇനി 4ാമത്തെ വാക്ക് പഠിക്കാം നമുക്ക്. ഗസീൽ അൽ കില. എന്താ ഗസീൽ കില എന്ന് പറഞ്ഞാൽ ഡയാലിസ് ചെയ്യുക. ഡയാലിസ് ചെയ്യുന്നതിന്, അതായത് കിഡ്നിയെ ഒരു റീപ്രോസസ്സിങ്ങിനാണല്ലോ ഡയാലിസ് ചെയ്യാൻ, അതിന് ഗസീൽ അൽ കില. ഓക്കെ. 4ആയി. 5ാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒന്നുണ്ട് തബർറു അൽ കില. പലരും ഡൊണേഷൻ ചെയ്യും. അഹദ് മുത്തബർറ് എന്ന് പറഞ്ഞാൽ തബർറു എന്നാൽ ഡൊണേഷൻ എന്നാണ്. അപ്പോൾ കിഡ്നി ഡൊണേഷൻ ചെയ്യുന്ന ആൾക്ക് മുത്തബർറ് അൽ കില എന്ന് പറയും. ഇയാളാണ് കിഡ്നി ഡൊണേഷൻ ചെയ്യുന്നത്. അഹദ് യതബർറ അൽ കില, ആരെങ്കിലും ഉണ്ടോ കിഡ്നി ഡൊണേഷൻ ചെയ്യാൻ? മിൻ ഉസ്റത്തിഹി വല്ല മിൻ ജമാഅത്തിഹി, അയാളുടെ കുടുംബത്തിൽ നിന്ന്, അതല്ലെങ്കിൽ അയാളുടെ സർക്കിളിൽ നിന്ന്, സുഹൃത്ത് വലയത്തിൽ നിന്ന്, അങ്ങനെ പറയാം, ജമാഅത്ത് എന്ന് പറയും. ഓക്കെ. അതും നമ്മൾ പഠിച്ചു. മറ്റൊരു 2 വാക്കുകൂടി പഠിച്ചത് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഡോക്ടർമാർക്ക് പ്രത്യേകിച്ച് കിഡ്നിയുമായി ബന്ധപ്പെട്ട വളരെ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർമാരുണ്ടാവും. അവർക്കൊക്കെ ഈ വിഷയ സംബന്ധമായിട്ട് അറിയേണ്ടതായ ഒരു മാറ്ററാണ്. ആളുകൾ ചോദിക്കും ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്, കിഡ്നിയുടെ ഫങ്ഷൻ എന്താണ്? അതിനെന്താ പറയുക? വളീഫത്തുൽ കില ഫി ഹയാത്തിൽ ഇൻസാൻ, അല്ലെങ്കിൽ വളീഫത്തുൽ കില ഫി ബദനിൽ ഇൻസാൻ. വളീഫ എന്നാൽ ഫങ്ഷൻ. വളീഫത്തുൽ കില കിഡ്നിയുടെ ഫങ്ഷൻ ഫി ജിസ്മിൽ ഇൻസാൻ, മനുഷ്യ ശരീരത്തിന് 2 പേരുണ്ട്. ജിസ്മ് എന്ന് പറയും, ബദൻ എന്നും പറയും. അപ്പോൾ ജിസ്മിൽ ഇൻസാൻ വല്ല ബദനിൽ ഇൻസാൻ, മനുഷ്യ ശരീരത്തിലെ കിഡ്നിയുടെ എന്താണ് പറയുക? ഫങ്ഷൻ. ഇനി ഒരു വാക്കുകൂടെ പറയാനുള്ളത്, അതെന്താണ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കിഡ്നി മാറ്റിവെക്കാൻ ഒരു പേഷ്യൻറ്റിന് അങ്ങനെ ആവശ്യം വന്നു. അങ്ങനത്തെ ഒരു പേഷ്യൻറ്റുമായി സംസാരിക്കുന്ന സമയത്ത് മാറ്റിവെച്ച കിഡ്നി ഉണ്ടല്ലോ, സിറാഅത്തുൽ കില ചെയ്ത കിഡ്നി, ആ കിഡ്നിയുടെ ആയുസ് എത്രയാണെന്ന് ചോദിക്കണമെങ്കിൽ അതെങ്ങനെ ചോദിക്കുക? കം ഉമർ അൽ കില, കം ഉമറുൽ കില അൽ മുത്തബർറ് എന്ന് പറഞ്ഞാൽ ഡൊണേഷൻ ചെയ്യപ്പെട്ട ആ കിഡ്നിയുടെ ആയുസ് എത്രയാണ്. അപ്പം മനുഷ്യൻ്റെ ആയുസ് ചോദിക്കുന്നത് പോലെ ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാം. മുത്തബർറ്. ഓക്കെ. ആയുസ് ഉംറു മുംകിൻ 15 ഔ 20 സന, 15 or 20 വർഷമായിരിക്കും, ഇങ്ങനെയൊക്കെ പറയാം. ഓക്കെ. അപ്പോൾ മെഡിക്കൽ മേഖലയിൽ അറിയേണ്ട ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ട 8 or 9 നല്ല സുപ്രധാനമായ പദങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിയുന്നതിന് അറബിക് യൂണിയൻ മെഡിക്കൽ ഒരു കോഴ്സ് തന്നെ നടത്തുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് പഠിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർന്ന നിലവാരത്തിലെത്താൻ സാധിക്കുന്നതാണ്. ശുക്രൻ. മഅസ്സലാമ.